നമസ്കാരം. നാടോടി വിഷന്റെ ഏറ്റവും പുതിയ വാർത്തയിലേക്ക് സ്വാഗതം. ഇപ്പോൾ കിട്ടിയ വാർത്ത. അയ്യോ സുനന്ദേ, പണിപ്പാളി, ഈ വെള്ളപ്പേപ്പർ ആരും ഇവിടെ കൊണ്ടുവച്ചേ? ഇപ്പോൾ കിട്ടിയ വാർത്ത എന്തിയാന്ന്? അയ്യോ, ഈ വെള്ളപ്പേപ്പർ നോക്കി വായിക്കാൻ ഞാൻ എന്തോ ദിവ്യനാണോ? കോപ്പത്തിനാണ് ഇവിടെ കൊണ്ടുവച്ചേക്കുന്നത്. തൽക്കാലം ഇപ്പോൾ കിട്ടിയ വാർത്ത പിന്നീട് നമുക്ക് സമയം കിട്ടുമ്പോൾ വായിക്കാം. ഇപ്പോൾ എൻ്റെ കയ്യിലുള്ള വാർത്ത വെച്ച് നമുക്ക് അഡ്ജസ്റ്റ് ചെയ്യാം. നാടോടി വിഷൻ ചർച്ച ചെയ്യാൻ പോകുന്നത് കേരളത്തിലെ ഇന്നത്തെ അവസ്ഥയെക്കുറിച്ചാണ്. വായിൽ നിന്ന് കുപ്പിച്ചില്ല് കണക്ക് ചീളുകൾ തെറിക്കുന്ന ചൂടൻ ചർച്ചയിലേക്ക് ഏവർക്കും സ്വാഗതം. കേരള മനസ്സാക്ഷിയെ ഞെട്ടിച്ച ഒരു സംഭവമായിരുന്നു വാട്സാപ്പിലൂടെയും ഫേസ്ബുക്കിലൂടെയും മലയാളക്കര കണ്ടത്. ആ സംഭവത്തിന് മുന്നോടിയായി നടന്ന ചില ദൃശ്യങ്ങളിലേക്ക്. അതിങ്ങ് തന്നേടാ. സംഭവം തീർന്നല്ല മച്ചാനെ. അതിനിപ്പോ എന്ത് ചെയ്യാനാ മച്ചാനെ? ഹൈറ്റ് എന്തിരുന്ന സ്ഥിതിക്ക് നമുക്ക് ആ പന്നിക്കൊരു പണി കൊടുത്താലോ? അന്ന് അമ്പലത്തില് ചെറിയ സീൻ ഉണ്ടായിട്ട് നമുക്കെതിരെ സാക്ഷി പറഞ്ഞില്ലടാ. അവനങ്ങ് ചുമന്നാലാ. എന്നാ പിന്നെ വാടാ. അതിദാരുണമായ അതിക്രൂരമായ ഈ ദൃശ്യം മൊബൈൽ ക്യാമറയിൽ പകർത്തി രസിച്ച മൊബൈൽ ക്യാമറ മാമന്മാരോട് ഒരു ചോദ്യം. നിങ്ങളിത് മൊബൈൽ ക്യാമറയിൽ പകർത്തിയ നേരം കൊണ്ട് ആ പയ്യനെ ഒന്ന് പിടിച്ചു മാറ്റിയിരുന്നെങ്കിൽ ഒരുപക്ഷെ ആ ജീവൻ അവിടെ പൊലിയില്ലായിരുന്നു. എന്തും ഏതും മൊബൈൽ ക്യാമറയിൽ പകർത്തി അപ്ലോഡ് ചെയ്ത് ലൈക്ക് മേടിക്കുന്ന എന്റെ സാക്ഷര കേരളമേ, നിന്റെ നെറുകയിൽ ഈ വീഡിയോ ഒരു പൊന്തൂവൽ കൂടി ചാർത്തി തരുന്നു. അഭിമാനിച്ചാലും വൃത്തികെട്ടവന്മാര്. ഈ വിഷയത്തെക്കുറിച്ച് വളുവള സംസാരിക്കുവാൻ വേണ്ടി രണ്ട് പുളുന്താന്മാരും ഒരു പുളുന്തിയും എത്തിയിട്ടുണ്ട്. ഇത് നമ്മുടെ സ്ഥിരം ചാനലിൽ ചർച്ചകളിൽ കാണുന്ന ചർച്ച തൊഴിലാളികൾ. 10 രൂപ കൂടുതൽ കൊടുക്കാമെന്ന് പറഞ്ഞപ്പോ ഒന്നും നോക്കിയില്ല, ഇനി പോന്നു. എന്തായാലും ഈ ചർച്ച കൊണ്ട് കേരളത്തിനോ എനിക്കോ നിങ്ങൾക്കോ ആർക്കും ഒരു ഗുണവുമില്ലെന്ന് നമുക്ക് എല്ലാവർക്കും അറിയാം. പക്ഷെ ഇത് ന്യൂസ് ചവറായി പോയില്ലേ? നമുക്ക് ചർച്ച ചെയ്യാതിരിക്കാൻ പറ്റുമോ? നമുക്ക് ചർച്ച. കേരളം മൊത്തം സീൻ കോൺട്ര. ഈ ചർച്ചയിൽ ചർച്ചയ്ക്കാനെത്തിയിരിക്കുന്ന അതിഥികളെ നമുക്ക് സ്വാഗതം ചെയ്യാം. സ്ഥലം SI ആക്ഷൻ 0 സിജു. ക്യാമറ അയ്യോ, തല തിരിഞ്ഞു. ആര് പറഞ്ഞു? ഞാൻ മാന്യമായിട്ടല്ലേ ജീവിക്കുന്നത്. അതല്ല, തൊപ്പി തിരിഞ്ഞിരിക്കുന്നു. ഓ, ഏത് ക്യാമറ? അടുത്തതായി നമുക്ക് സ്വാഗതം ചെയ്യാം ലേഡീസ് കമ്മീഷൻ പ്രസിഡന്റ്
മിസ്സിസ് ലളിതാംബിക അമ്പർദ്ധനം. ലളിതാപ്പിക അന്തർജനം വിളിക്കുന്ന ചേട്ടൻ. നമസ്കാരം. അയ്യോ എന്നെ അല്ല, ക്യാമറ നോക്കി പറയാം. നമസ്കാരം. നമസ്കാരം. എന്ത് ചെയ്യുന്നു? യോ അറിയത്തില്ലേ, ലേഡീസ് കമ്മീഷന്റെ പ്രസിഡന്റാ. ഓഹോ, പെണ്ണുങ്ങളുടെ എല്ലാ പ്രശ്നത്തിലും ഇടപെടുന്നതല്ലേ? By the way, സാർ എന്ത് ചെയ്യുന്നു? വാർക്കപ്പണിയാ? പിന്നെ ക്യാമറ നോക്കി. അടുത്തതായിട്ട് നമുക്ക് സ്വാഗതം ചെയ്യാം റിട്ടയർഡ് വയലൻസ് ജഡ്ജ് ജസ്റ്റിസ് ഗോവിന്ദസ്വാമി. സാറേ ഓർഡർ ഇടാൻ ഇത് കോടതിയല്ല. ഓർഡർ ഇട്ടല്ല, പിന്നെ ഇവിടെ ഒരു ആണി പൊങ്ങി അത് കയ്യെ കൊണ്ട് കയറും. അതുകൊണ്ട് ഞാനത് അടിച്ചു കാത്തി വെച്ചാ. മോനെ ഈ ചിറ്റി കൊണ്ടോ. മനുഷ്യനെ ചുറ്റിക്കാനുണ്ട്. എന്നാ ഒരു നമസ്കാരം പറയുന്നത്. നമസ്കാരം. ആ ക്യാമറ നോക്കി പറയുന്നു. എവിടെ? അതാ സാറിന്റെ ക്യാമറ. നമസ്കാരം. സാറിന്റെ ആണെന്ന് പറഞ്ഞ് എടുത്തോണ്ട് പോകരുത്. ഇല്ലില്ല. ഈ ചൂടേറിയ ചർച്ച നമുക്ക് ലളിതാംബിക മാഡത്തിൽ നിന്ന് തുടങ്ങാം. മാഡം നല്ല സാരിയാണ് കേട്ടോ. ആണോ? കഴിഞ്ഞ ഇന്റർവ്യൂവിന് വന്നതിലും നല്ലതല്ലേ? ഇത് അതിനേക്കാളും നല്ല. ഇത് 2500 രൂപയുടെ കോട്ടൺ സിൽക്കാ. ഈ സാരി സാരിന്ന് വിട്. ഏതായാലും കേരളത്തിൽ ഇങ്ങനെയൊക്കെ സംഭവങ്ങൾ നടക്കുന്നതുകൊണ്ട് ഞങ്ങൾക്ക് നല്ല നല്ല സാരികൾ എടുത്ത് ജനങ്ങളെ കാണിക്കാൻ പറ്റുന്നുണ്ടല്ലോ. അതെന്റെ വലിയ കാര്യം. അതേതായാലും നന്നായി കേട്ടോ, അതേതായാലും നന്നായി. സാർ, ഈ കേരളത്തിൽ അങ്ങോളം ഇങ്ങോളം നടക്കുന്ന ഈ ആക്രമണ പരമ്പരയ്ക്ക് നിങ്ങളുടെ പോലീസ് ഡിപ്പാർട്ട്മെന്റിന് അതിന്റെ ഉത്തരവാദിത്തത്തിൽ നിന്ന് എത്രത്തോളം ഒഴിഞ്ഞു മാറി നിൽക്കാൻ സാധിക്കുന്നു സാർ? ആര് പറഞ്ഞു ഞങ്ങൾ ഉത്തരവാദിത്തത്തിൽ നിന്ന് ഒഴിഞ്ഞു മാറുന്നെന്ന്? പിന്നെ കേരളത്തിൽ നടക്കുന്ന അക്രമാസക്തങ്ങളുടെ ഉത്തരവാദിത്തം ഏറ്റെടുക്കലല്ല കേരള പോലീസിന്റെ പണി. എവിടെയും ഒരു ആക്രമണം നടന്നാൽ അവിടെ ആൾക്കാർ കൂടി സമാധാനിപ്പിച്ച് ഹോസ്പിറ്റലിലൊക്കെ പോയതിനു ശേഷം ഞങ്ങൾ അവിടെ ചെന്ന് അന്വേഷിക്കുന്നുണ്ടല്ലോ. ഉണ്ട്. അല്ലാതെ ഒരു ആക്രമണം നടക്കുന്നതിന് മുമ്പ് ഒരു മാസത്തിലേ അവിടെ പോയി ക്യാമ്പ് ചെയ്ത് അവിടുത്തെ പ്രശ്നങ്ങൾ പരിഹരിക്കലല്ല ഞങ്ങളുടെ പരിപാടി. അതൊരിക്കലും നടക്കുന്ന കാര്യമല്ല. അതൊരിക്കലും നടക്കില്ല എന്ന് ഞങ്ങൾക്ക് അറിയാം. നിങ്ങൾ ഈ ക്രമസമാധാന പാലകര്, നിങ്ങളെ കൊണ്ട് ഇത് സാധിക്കത്തില്ലെന്ന് ഈ കേരളത്തിലെ മുഴുവൻ ജനങ്ങൾക്കും അത് ബോധ്യമുള്ള കാര്യമാണ്. പിന്നെ അതിനെക്കുറിച്ച് കൂടുതൽ സംസാരിച്ച് സാറ് തലമുണ്ടാക്കേണ്ട കാര്യമൊന്നുമില്ല. നിങ്ങളെ കൊണ്ടൊന്നും കഴിയില്ലെന്ന് ഞങ്ങൾക്ക് വ്യക്തമാണ്. തീർച്ചയായും വളരെ വ്യക്തമാണ്. അതെ അതെ. ഏതായാലും നാടോ ഡിവിഷൻ ഷൂട്ട് ചെയ്ത ഒളി ക്യാമറ ദൃശ്യങ്ങൾ നമുക്കൊന്ന് കാണാം. അതെ, പെണ്ണുങ്ങളൊക്കെ നിൽക്കുന്നു. അതിപ്പോ കാണിക്കണ്ട. എന്റെ വാട്സപ്പ് നമ്പർ എൻ്റെ അകത്ത് സെൻഡ് ചെയ്താൽ മതി. ഞാൻ ഒതുക്കത്തിരുന്ന് കണ്ടോളാം. ഇതല്ല, പിന്നെ എന്നത് നമുക്ക് കാണാം. നാണായോ? ഓ, ഭയങ്കര പടിയാണ് ഇപ്പം. ഈ വണ്ടി ചെക്ക് ചെയ്താൽ മാത്രം പോരല്ലോ, അവിടെ ചെന്ന് അവന്മാരെ പണിയടിക്കുകയും വേണം. വണ്ടിക്കകത്ത് നിന്ന് ഇറങ്ങാൻ പാടില്ല പോലും. സർക്കാരിൻ്റെ പുതിയ നിയമം. നമ്മൾ പണിയെടുത്തങ്ങ് മുടിയ. ഓഹോ, 28 കേട്ടല്ലേ? 16-ാം തീയതി ഞാനും കുടുംബവും അവിടെ തീർച്ചയായിട്ടും എത്തിയിരിക്കും. ഓക്കെ ഓക്കെ ഓക്കെ. എന്താണോ ഇത് കേസ്? പൊതുസ്ഥലത്ത് നിന്ന് പുക വലിച്ചു. ഓക്കെ, ഫൈൻ. താങ്ക് യു സാർ, ഞാൻ ഇന്ന് പോട്ടെ. ആ ഫൈനല്ല, പിന്നെ നീ ഉദ്ദേശിച്ചത് മറ്റേ നല്ലത് എന്നുള്ള ഫൈനല്ലേ? ഇതല്ല. പിന്നെ പൊതുസ്ഥലത്ത് നിന്ന് സിഗരറ്റ് വലിച്ചതിനുള്ള ഫൈൻ 500 രൂപ സ്റ്റേഷനിൽ അടയ്ക്കണം. എന്റെ പൈസ ഇല്ല സാർ. പൈസ ഇല്ല? ഇല്ല. നിനക്ക് പൊതുസ്ഥലത്ത് സിഗരറ്റ് വാങ്ങിച്ച് വലിക്കാൻ കാശുണ്ട്, ഇവിടെ അടയ്ക്കാൻ ഫൈൻ അടയ്ക്കാൻ കാശില്ല. ഓക്കെ, ഇങ്ങനെ ദാരിദ്ര്യമായിട്ട് വരുന്നവരെ ഞാൻ ഇവിടെ വന്നാൽ മനോഹരമായി ട്രീറ്റ് ചെയ്തിട്ടാണ് വിടാറുള്ളത്. അത് ഈ സ്റ്റേഷന്റെ ഒരു പ്രത്യേകതയാണ്. ഒന്ന് കുനിഞ്ഞാലും നിന്റെ കാശ് വരേടാ. അങ്ങനെ നീ അങ്ങോട്ട് പോയാലോ? എന്നടാ മൊത്തം 10 രൂപ നോട്ടാണല്ലോ. ഓക്കെ, മരുന്ന് മേടിക്കാൻ വെച്ചിട്ട് പൊക്കോളൂ. നീ മരുന്ന് വാങ്ങിക്കാൻ കാശ് ഞാൻ തരണോ? അങ്ങനെ മാറിയിക്കടാ. 5 രൂപയും 10 രൂപ നോട്ടും ഒക്കെ ആയിട്ട് അവൻ പൊതു സിഗരറ്റ് വലിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുന്നു. നീ എൻ്റെ അക്കൗണ്ടാണോ നോക്കുന്നേ? മുഖത്തോട്ട്. അവിടെ നിന്ന് കഴിക്കടാ, കൈ കെട്ടി വയ്ക്കടാ, അടിച്ചിടടാ, കെട്ടിടാ, അങ്ങനെ വയ്ക്കടാ. ഹലോ, കൺട്രോൾ റൂം. വേറെ കാശ് വല്ലതും ഉണ്ടോ കയ്യിൽ? ഇല്ല, ഉള്ളതാണ് ഇപ്പൊ പോക്കറ്റ് അടിച്ചത്. ഇല്ലല്ലേ? ഈ പൊതു സ്ഥലത്ത് നിന്ന് പോക വലിച്ചവൻ എന്നാ ചെയ്യേണ്ടത്? എത്ര രൂപ വരെ നമുക്ക്? ഞാൻ അങ്ങോട്ട് വിളിക്കാം. അതുപോലെ ലോക്കൽ പോലീസിനെ കേൾപ്പിച്ചാൽ മതി. പിന്നെ അവര് നമ്മളൊന്ന് ഇരുത്താനായിട്ട് നോക്കിയതാണ്. അതാ, പിന്നെ നമ്മുടെ ഒരു വിൽപ്പവർ കൊണ്ട് ഇങ്ങനെ പൊക്കിക്കൊണ്ടുവന്ന് DSP ആണോ? അത് ഞാൻ പറഞ്ഞോളാന്നേ. അതിൻ്റെ ഒന്നും ആവശ്യമില്ല. അത് ഇങ്ങനെ തന്നെ ഇങ്ങനെ ഇരിക്കും. ആണോ? മാഡത്തിനോട് ഞാൻ വിളിച്ച് പറഞ്ഞോളാം. ഞാൻ വിളിച്ചെന്ന് പറഞ്ഞാൽ മതി. ഓക്കെ? എന്തോ? അല്ല, നല്ല ഓക്കെ ആയിരുന്നു. നല്ല ശബ്ദം സാറിന്റെ. അല്ല, പിന്നെ എന്താണാവോ ഒന്നും ഒരു അറിയിപ്പില്ല. നേരെ ഇങ്ങോട്ട് സാറ്. അതെ, ഒരു കൈവെട്ട് കേസിലെ കുറച്ച് പ്രതികൾ ഇവിടെ കൊണ്ടുവന്നിട്ടുണ്ട്. അയ്യോ, ഒരു കൈ വെട്ടല്ല, 2 കൈയും വെട്ടിക്കളഞ്ഞു. അല്ല, വെട്ടുമ്പോ അങ്ങനെ ഒരു കൈയായിട്ട് വെട്ടാൻ പറ്റില്ലല്ലോ. അതെ, 2 കൈയായിട്ട് വെട്ടണമല്ലോ. അതാണല്ലോ മാന്യത. അതാണല്ലോ ഒരു തറവാടിത്തം. ചെയ്യുന്ന ജോലി വൃത്തിയായിരിക്കണമല്ലോ. അപ്പൊ ഞാൻ അവരൊന്ന് കൊണ്ടുപോകാൻ വന്നാണ്. അയ്യോ സാറേ, നമ്മളെ FIR ഒക്കെ എഴുതി പോയി.
നാളെ കോടതിയിൽ ഹാജരാക്കണം, അതാണ് അതിന്റെ ചട്ടവട്ടങ്ങൾ. ഓ അങ്ങനെ ഒരു കാര്യം ചെയ്യും, നിയമം നിയമത്തിന്റെ വഴിക്ക് പോകുമ്പോൾ ഞങ്ങൾ ഞങ്ങളുടെ വഴിക്ക് തന്നെ പൊക്കോളാം. അല്ല ഇത് ഇതിന്റെ വഴിക്ക് വരുമ്പം നിയമം നിങ്ങളുടെ വഴിക്ക് പോകണമല്ലോ. സാറിന് ഇപ്പൊ എന്നാ വേണ്ടത്? എനിക്ക് അവരെ ഇറക്കണം. അത്രയല്ലേ ഉള്ളൂ. കോൺസ്റ്റബിൾ, ആ കുഞ്ഞുങ്ങളെ ഇങ്ങോട്ട് കൊണ്ടുവരൂ. നല്ല മിടുക്കന്മാര് പിള്ളേരാ. ഏതാ ഇവനേതാ? ഇതോ പൊതുസ്ഥലത്ത് നിന്ന് സിഗരറ്റ് വലിച്ചിരിക്കുന്നു. ഒരു സ്ഥലത്ത് നിന്ന് പുകവലി അറിയുന്നടാ, നിങ്ങൾ കൊള്ളാല്ല. ഇത് രാജ്യദ്രോഹ കുറ്റമാണ്. ഇവർ ഒരു കാരണവശാലും പുറത്തിറക്കാൻ പാടില്ല. ഇല്ലില്ല. എടാ നിനക്ക് അറിയാൻ പാടില്ലടാ, ശ്വാസകോശം സ്പോഞ്ചിന് മാതിരിയാണ്. സാറേ ഞാൻ ആദ്യമായിട്ട് ഒരെണ്ണം വലിച്ചു നോക്കിയതാണ്. ആദ്യമായിട്ടാണെങ്കിലും അവസാനമായിട്ടാണെങ്കിലും ശ്വാസകോശം പോഞ്ച് പോലെയാണ് അല്ലേ സാറേ? അതെ, അതാണ്. നിന്റെ ശ്വാസകോശം പോഞ്ച് പോലെ പോയ ആരും ഉത്തരവാദിത്തം പറയപ്പെടാ? ആരും പറയത്തില്ല. നീ ഏത് പാർട്ടിപ്പെട്ട? സാറിന്റെ പാർട്ടിയാണോ? അല്ല. പിന്നെ ഏത് പാർട്ടിയാ? ഇറക്കരുത്. എനിക്ക് ഒരു പാർട്ടി കാരണവശാലും ഒന്നുമില്ല. ഇവൻ ഒരു എന്താ? സാർ ഇവിടെ കേറി വരാൻ. ദാ, എന്റെ ഇത് മക്കളാണ് അവര്. കുഞ്ഞുങ്ങളിങ്ങ് വരും. നടന്നേക്ക്. ഇങ്ങടാ. അവനാ ഓ ഈ മോഹമൊക്കെ ഒന്ന് ഓർത്ത് വെച്ചേക്കണം. കുഞ്ഞുങ്ങളെയൊക്കെ എനിക്ക് നല്ല ഓർമ്മയല്ലേ, എന്റെ മനസ്സിൽ പതിഞ്ഞു കിടക്കാ ഈ നിങ്ങള്. പറഞ്ഞുകൊണ്ട് കൈവെട്ട്, ബലാത്സംഗം, ഭവനവേദന, വീട് കയറത്തള്ളി, മോഷണം, ഇങ്ങനത്തെ ചെറിയ വീതികൾ ഒപ്പിച്ചോണ്ടിരിക്കും. എപ്പോഴും എന്നെ ഇങ്ങോട്ട് വരുത്താനായിട്ട് നിൽക്കരുത്. ഒരു പാലയിട്ട അങ്ങോട്ടും ഇങ്ങോട്ടും. അയ്യോ എനിക്കും അതിൽ താല്പര്യ. പക്ഷെ ഈ പാലത്തിന്റെ ഇക്കരെ നിന്ന് ഞാൻ ടോള് പിരിക്കും. ടോളെന്ന് വെച്ചാ നേരത്തെ തന്നില്ലേ കെട്ട്? കെട്ട് അങ്ങനെ ഇങ്ങോട്ട് എത്തിക്കഴിഞ്ഞാൽ ഞാൻ ഇതൊന്നും മൈൻഡേ ചെയ്യത്തില്ല. ചെയ്യാൻ പാടില്ല. പിള്ളേരൊക്കെ ഓർത്ത് വെച്ചോളാം. ആയല്ലോ. എന്നാ മക്കൾ പോയി സമാധാനമായിട്ട് നല്ല ആഹാരമൊക്കെ കഴിച്ച് വൃത്തിയായിട്ടാണ്. കൊണ്ടുപോകട്ടെ. ഓക്കേ, വാടാ. ശരി ശരി. ഇവനെ ഞാൻ വിടിയല്ല കേട്ടോ. അവനെ വിടരുത് ആ കേട്ടാ. ശരി ശരി. കണ്ട് പഠിക്കടാ. ഇതേപോലെ കെട്ടുകളുമായിട്ട് വേണം സ്റ്റേഷനിൽ വരാവുള്ളൂ. വേറെ കെട്ട് വല്ല ഇരിപ്പുണ്ടോ വീട്ടിൽ? വല്ലോ പള്ളിക്കെട്ട് ശബരിമലയ്ക്ക് ആ കെട്ടിരിപ്പുണ്ടോ? കഷ്ടം. ഹലോ കൺട്രോൾ റൂം.